അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് ഖുദ് ബിയൈദീനാ ഖല്ലത്ത് ഹീലത്തുനാദിരിക്കന. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വയനാടിന്റെ മലയിടുക്കുകളിൽ സർവവും നഷ്ടപ്പെട്ടു ഉറ്റവരും ഉടവരും എല്ലാം നഷ്ടപ്പെട്ടു ഒറ്റപ്പെട്ടു പോയ നിരാലംബരുടെ ദീനരോധനം കൊണ്ട് മുഖരിതമാണ്. ഇങ്ങനെയെല്ലാം നഷ്ടപ്പെട്ട ആളുകൾ അവരെ രക്ഷപ്പെടുത്താനും അവരുടെ പുനർജീവനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാം അവർക്ക് നൽകാനും സമൂഹത്തിന് ബാധ്യതയുണ്ട്. എങ്കിൽ ആ ബാധ്യത ആരാണ് ഏറ്റെടുക്കേണ്ടത്? അത് വെറും ഗവൺമെന്റിന്റെ തലയിൽ വെച്ച് കെട്ടാവുന്നതാണോ? യഥാർത്ഥത്തിൽ ഇസ്ലാമിക ഭരണകൂടം ഉണ്ടെങ്കിൽ ആ ഭരണകൂടത്തിന് ആ ബാധ്യത നിർബന്ധമായി തീരും. അല്ലാത്ത സ്ഥലത്ത് മുസ്ലിം ഉമ്മത്തിന് ജീവനും രക്തത്തിനും പവിത്രതയുള്ള മുസ്ലിങ്ങളായാലും അമുസ്ലിങ്ങളായാലും വ്യക്തികളുടെ വിഷമം പരിഹരിക്കൽ മുസ്ലിങ്ങളുടെ സാമൂഹ്യ ബാധ്യതയിൽപ്പെട്ടതാണ്. അവരിൽ നിന്ന് തന്നെ കഴിവുള്ളവർക്കാണ് അത് നിർബന്ധമാകുന്നത്. ആരാണ് കഴിവുള്ളവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? തൻ്റെയും തൻ്റെ ആശ്രിതരുടെയും ഒരു വർഷത്തേക്ക് പര്യാപ്തമായ ജീവിത ചെലവിൽ ഉപരിയായി വല്ലതും അവന്റെ കയ്യിലുള്ളതാണ് കഴിവുള്ളവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ നഗ്നത മറയ്ക്കാൻ ആവശ്യമായ വസ്ത്രം നൽകൽ, വിശന്നവന് ആഹാരം നൽകൽ, ആദിയായ അതുപോലെ തന്നെ ജീവിക്കാൻ വീടില്ലാത്തവന് വീട് നൽകൽ, തുടങ്ങിയ കാര്യങ്ങൾക്ക് സക്കാത്ത് അവന് നൽകിയിട്ടും മതിയാകുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഖജനാവിലെ പൊതു താൽപര്യ വിഹിതം അവന് ലഭിച്ചിട്ടും മതിയാവുന്നില്ലെങ്കിൽ, നേർച്ചകളും കഫാറത്തുകളും വഖഫ് വരുമാനങ്ങളും വസിയത്ത് സംഖ്യകളും ഒന്നും പരിഹാരമാകുന്നില്ലെങ്കിലാണ് പിന്നീട് പൊതുസമൂഹത്തിലെ സമ്പന്നരായ മയാമിനുൽ ഉമ്മ അത് ഏറ്റെടുക്കേണ്ടി വരുന്നത്. അവരുടെ അത് ബാധ്യതയാണ്. എന്നാൽ ഇത്തരം സമ്പന്നരായ ആളുകളെ ഇത്തരം വിഷയത്തിന് വേണ്ടി ഒരാൾ സമീപിക്കുകയും അത് ശരിയാണെന്ന് അയാൾക്ക് ബോധ്യപ്പെടുകയും ചെയ്ത് അത് മറ്റൊരാൾ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നൽകാതിരിക്കൽ അവൻ കുറ്റക്കാരനാകാൻ കാരണമായി തീരും. മറ്റുള്ളവൻ നൽകട്ടെ നൽകാതിരിക്കട്ടെ, തനിക്കതിന് കഴിയുമെങ്കിൽ അത് അവകാശികളിലേക്ക് എത്തുകയും ചെയ്യുമെങ്കിൽ അവർക്ക് കൊടുക്കൽ ബാധ്യതയാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വയനാടിൽ പാവപ്പെട്ട ആ സമൂഹത്തെ ഏറ്റെടുക്കൽ മുസ്ലിം ഉമ്മത്തിന്റെ പൊതു ബാധ്യതയായിക്കൊണ്ട് പണ്ഡിതന്മാരും സാധാരണക്കാരും ഒരുപോലെ അതിന് മുന്നിട്ടിറങ്ങി പണ്ഡിതന്മാർ മുമ്പിൽ നിന്നുകൊണ്ട് അതിന് നേതൃത്വം നൽകുന്നത് ഇസ്ലാം നമ്മോട് അനുശാസിക്കുന്നത് കൊണ്ടും നിർബന്ധമാക്കുന്നത് കൊണ്ടും ആണ് എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹു അവശരായ ആളുകളെ, അശരണരായ ആളുകളെ ഏറ്റെടുത്തുകൊണ്ട് അവരെ ചേർത്തു പിടിക്കാൻ ആവശ്യമായ കഴിവും മനസ്സും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.